ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൈറ്റമിൻസ് ആൻഡ് കെമിക്കൽ വൈറ്റമിൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ വൈറ്റമിൻസ് അവരുടെ അവര് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അവരെന്താണ് ബോഡിയിൽ അവരുടെ ഫങ്ഷൻ, കൂടാതെ അവരുടെ സോഴ്സസ് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, അവരുടെ ഫങ്ഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്സും. അപ്പൊ ഈ ക്ലാസ്സിനകത്ത് വരുന്നത് വൈറ്റമിൻസും അവരുടെ കെമിക്കൽ നെയിംസും. മിക്കവാറും വൈറ്റമിൻസിന് അവരുടെ കെമിക്കൽ നെയിംസിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് വൈറ്റമിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഈ ഒരു കെമിക്കൽ നെയിം പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക. പക്ഷെ രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. അതായത് വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം ഏതാണോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ നെയിം തന്നിട്ട് അത് ഏത് വൈറ്റമിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നും ചോദിക്കാം. അപ്പൊ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കെമിക്കൽ നെയിം, വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം റെറ്റിനോൾ എന്നാണ്. ഇനി അതുപോലെ തന്നെ ഒന്നാണ് വൈറ്റമിൻ B1. അപ്പൊ നമുക്കറിയാം വൈറ്റമിൻ ബിയിൽ തന്നെ, ബി കോംപ്ലക്സിൽ തന്നെ 8ഓളം വൈറ്റമിൻസ് വരുന്നുണ്ട്. അത് അതിനകത്ത് B1 തയാമിൻ ആണ്. B1 തയാമിൻ എന്നാണ് വിളിക്കുന്നത്. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ വൈറ്റമിൻ B1 ഇസ് തയാമിൻ, വൈറ്റമിൻ B2 ഇസ് റൈബോഫ്ലാവിൻ. ഇനി വൈറ്റമിൻ B3 ആണെങ്കിൽ നയാസിൻ എന്നാണ് അതിന്റെ പേര്. അതുപോലെ പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ B5 വിളിക്കുന്ന പേരാണ്. പാൻറ്റോതെനിക് ആസിഡ് വൈറ്റമിൻ B5 വിളിക്കുന്ന ഒരു പേരാണ്. അതുപോലെ പൈറിഡോക്സിൻ ഒക്കെ പ്രീവിയസ് ഇയർ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. പൈറിഡോക്സിൻ വൈറ്റമിൻ B6 ആണ്. ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി വൈറ്റമിൻ B7 ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വൈറ്റമിൻ എ മുതൽ B9 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ബാക്കി നോക്കാം. വൈറ്റമിൻ B12 സയനോ കൊബാലമൈൻ എന്നാണ് അറിയപ്പെടുന്നത്. കൊബാൾട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വൈറ്റമിൻ B12 ആണ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് സയാനോ കൊബാലമൈൻ. അപ്പൊ ഇത്രയാണ് വൈറ്റമിൻ എയും ബിയും വരുന്നത്. ബി കോംപ്ലക്സ് ഇത്രയും 8 വൈറ്റമിൻസ് ആണ് വരുന്നത്. B1, B2, B3, B5, B6, B7, B9 ആൻഡ് B12. നെക്സ്റ്റ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയെ സിട്രിക് ആസിഡ് എന്ന് നമ്മൾ പറയും. അത് കൂടാതെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് അസ്കോർബിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആണ്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്നുള്ള പേരിലാണ് അതിന്റെ കെമിക്കൽ നെയിം വരുന്നത്. ഇത്രയാണ് വൈറ്റമിൻസും അതിന്റെ കെമിക്കൽ നെയിംസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. എല്ലാ എക്സാംസിനും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. ഇനി ഇത് അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു ഇതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വൈറ്റമിൻസും അവരുടെ ഡെഫിഷ്യൻസി ഡിസീസസും. ഏത് 10 ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചോദ്യം ഡെഫിഷ്യൻസി ഡിസീസും നേരത്തെ പറഞ്ഞ കെമിക്കലിന്റെ ഒരു ചോദ്യം ആയിരിക്കാറുണ്ട് പതിവ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്ലൈൻഡ്നെസ്, കെരാറ്റോമലേസിയ, ദെൻ സിറോഫ്താൽമിയ എന്ന് പറയുന്ന 3 ഡിസീസസ് ആണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ എ നമുക്കറിയാം കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. ബ്ലൈൻഡ്നെസ്, അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ണിന്റെ കാഴ്ച കുറയും, അത് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും. കെരാറ്റോമലേസിയ, സിറോഫ്താൽമിയ ഇത്രയും ഡിസീസസ് ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത്. ഇനി വൈറ്റമിൻ B1 ആണെങ്കിൽ ബെറി എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ്. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസീസ്. വൈറ്റമിൻ B2 ആണെങ്കിൽ സ്കിന്നിന്റെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്കിൻ ഡിസീസസ് ഉണ്ടാകും. കൂടാതെ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, വളർച്ച മുരടിക്കും. അതുപോലെ വൈറ്റമിൻ B3 പെല്ലഗ്ര എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം. വൈറ്റമിൻ B5 പരസ്തേസിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ആണ്. അതുപോലെ ഡെർമറ്റൈറ്റിസും എൻട്രൈറ്റിസും ഉണ്ടാക്കുന്നത് വൈറ്റമിൻ B7 ഡെഫിഷ്യൻസി മൂലമാണ്. അനീമിയ, അതുപോലെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഒരു സ്പെഷ്യൽ ടൈപ്പ് അനീമിയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ 2 അനീമിയയ്ക്ക് കാരണമാകുന്നതിൽ വൈറ്റമിൻ B9 ഒരു പങ്കുണ്ട്. അതിന്റെ ഡെഫിഷ്യൻസി വന്നാലും അനീമിയയും മെഗലോബ്ലാസ്റ്റിക് അനീമിയയും ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ അനീമിയകൾ തമ്മിൽ മാറിപ്പോകരുത്. B6 വെറും അനീമിയ ഉണ്ടാക്കുന്നുള്ളൂ. വൈറ്റമിൻ B9 ആണെങ്കിൽ അനീമിയയും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയും ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റമിൻ B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയാണ് ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ സി സ്കർവിയാണ് ഉണ്ടാക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ പറയുന്ന ഒരു വൈറ്റമിൻ ആണ്. സ്കർവി ആണ് ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോമലേസിയ. റിക്കറ്റ്സും നമ്മുടെ എല്ലിനെയൊക്കെ ബാധിക്കുന്നതാണ്.
വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ റിക്കറ്റ്സും ഓസ്റ്റിയോമലൈസിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ശരിക്കും നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അതുകൊണ്ട് വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊക്കെ കാരണമാകും. വൈറ്റമിൻ കെ നമുക്കറിയാം, ബ്ലീഡിംഗ് ആണ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉണ്ടാകും. കാരണം വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഉണ്ടാവും, മുറിവുണങ്ങാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ ഇത്രയാണ് വൈറ്റമിൻസും അവരുടെ ഡെഫിഷ്യൻസി ഡിസീസസും പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതുവരെ എടുത്ത വൈറ്റമിൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കൂ. കാരണം വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വൈറ്റമിൻസും മിനറൽസും ആയിരുന്നു നമ്മൾ നോക്കാനിരുന്നിരുന്നത്. അപ്പൊ വൈറ്റമിൻസിന്റെ പോർഷൻ തീർന്നു. വൈറ്റമിൻ എ മുതൽ വൈറ്റമിൻ കെ വരെയുള്ള എല്ലാ വൈറ്റമിൻസിനെ കുറിച്ചും അതിന്റെ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഓക്കെ ഓക്കെ ആയിഷ, അതിന്റെ ഡെഫിഷ്യൻസി സിൻഡ്രോമിനെ കുറിച്ചും അതിന്റെ സോഴ്സസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് മിനറൽസ് ആണ്. അപ്പൊ മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യിക്കുന്ന ന്യൂട്രിയൻസിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ. മിനറൽസിലും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഹൈ എമൗണ്ട്സിൽ ആവശ്യമുള്ള മിനറൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്, സൾഫർ. ഇത്രയും മിനറൽസ് നമ്മുടെ ശരീരത്തിൽ വളരെ ഹൈ എമൗണ്ടിൽ ആവശ്യമാണ്. നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എമൗണ്ടിൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ് കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ് ആൻഡ് സൾഫർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ വളരെ ലോ എമൗണ്ട്സിൽ മാത്രം ആവശ്യമായിട്ട് വരുന്ന മിനറൽസ് ആണ് കോപ്പർ, അയോൺ, സിങ്ക്, മാംഗനീസ്, അയഡിൻ, ഫ്ലൂറൈഡ്. ഇത്തരം ഈ 6 മിനറൽസും വളരെ കുറഞ്ഞ അളവിൽ മതി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ബ്ലഡില് ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓരോ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ മിനറൽസിന്റെയും ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു മിനറൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഡറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണ്. നമ്മുടെ ബ്ലഡിനകത്ത് അയോണിന്റെ എമൗണ്ട് എക്സസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് സിഡറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അയോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺ ആണ്. നമ്മുടെ ചോളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ അയോൺ കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, മാർഗറൈൻ എന്നാണ് അതിന്റെ പേര്. ആ മാർഗറൈനകത്ത് ഈ പറയുന്ന അയോണിന്റെ എമൗണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള അയോൺ എമൗണ്ട് ഉണ്ട്. അയോണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്പൈസ്, ഗന്ധവ്യഞ്ജനം ഏതാണെന്ന് വെച്ചാൽ ടർമറിക് ആണ്. അയണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്പൈസ് ടർമറിക്, നമ്മുടെ മഞ്ഞളാണ്. ഓക്കെ, ഇനി കശകശ എന്ന് പറയുന്ന ഒരു തരം സ്പൈസ് ഉണ്ട്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പൊ കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്പൈസ് ഏതാണെന്ന് വെച്ചാൽ കശകശ എന്ന് പറയുന്ന ഒരു സ്പൈസ് ആണ്. ഇനി നമ്മുടെ ഇൻസുലിൻ, നമ്മുടെ ശരീരത്തില് നമ്മുടെ ഷുഗറിന്റെ എമൗണ്ട് കൺട്രോൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. ആ ഇൻസുലിന്റെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ് സിങ്ക്. അപ്പൊ തന്നെ നമുക്ക് സിങ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമ്മളിവിടെ സിങ്ക് ലോ എമൗണ്ടിൽ മാത്രം ആവശ്യമുള്ള ഒരു മിനറൽ എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. പക്ഷെ എന്നിരുന്നാലും സിങ്ക് അതിന്റെ ഇൻസുലിന്റെ മാനുഫാക്ചറിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു എലമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തില് പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ, അതായത് നമുക്കറിയാം കുറെ അമിനോ ആസിഡ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രോട്ടീനിന്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു മെറ്റൽ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ മിനറൽ നമുക്ക് ആവശ്യമാണ്. ആ മിനറലിന്റെ പേര് മഗ്നീഷ്യം എന്നാണ്. അപ്പൊ മഗ്നീഷ്യം പ്രോട്ടീൻ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു മിനറലാണ്, അല്ലെങ്കിൽ അതൊരു മെറ്റൽ ആണ് നമുക്ക് പറയാം. ഇനി മഗ്നീഷ്യത്തിന്റെ മെയിൻ സോഴ്സ്, അതായത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് നമുക്ക് മഗ്നീഷ്യം കിട്ടുക എന്ന് ചോദിച്ചാൽ സീ ഫുഡ്സ്, ലെഗ്യൂംസ്, കടൽ, ഫിഷ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് ലെഗ്യൂംസ്, നമ്മുടെ പയർവർഗ്ഗങ്ങള്,
ചോക്ലേറ്റ്, ലീഫി വെജിറ്റബിൾസ്, അതായത് നമ്മുടെ ഈ ചീര, മുരിങ്ങയില പോലുള്ള ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബോൺസിലും നമ്മുടെ ടീത്തിലകത്തും പ്രസന്റ് ആയിരിക്കുന്ന ഒരു മിനറൽ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാൽഷ്യം ശരീരത്തിൽ കുറയുന്നത് മൂലം, പ്രധാനമായിട്ട് കുട്ടികളിൽ കാൽഷ്യത്തിന്റെ എമൗണ്ട് കുറയുന്നത് മൂലം ടെറ്റനി, ഓസ്റ്റിയോപൊറോസിസ്, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻസ്, ഈ 3 കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിലിടയിലൊക്കെ ഓസ്റ്റിയോപോർ എന്ന് പറഞ്ഞാൽ എന്താ, എയർ കയറുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എയർ പാസേജ് കൂടുതലാണ്, ഒരു പോർസ് ക്രിയേറ്റ് ചെയ്യുക ബോണിനകത്ത്, എന്നിട്ട് എയർ കണ്ടന്റ് കൂടുതലാകുക. അപ്പൊ വെയിറ്റ്ലെസ് ആയ പോലെ ബോൺ, ആ ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, ഓസ്റ്റിയോപൊറോസിസ്, ടെക്ടനെയൊക്കെയാണ് കാൽഷ്യത്തിന്റെ അഭാവം മൂലം പ്രധാനമായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഇനി പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് വാട്ടർ ആണ്, നമ്മുടെ തേങ്ങാ വെള്ളമാണ്. അതുപോലെ മിൽക്ക്, മീറ്റ്, മാംസം, അതുപോലെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു മിനറൽ ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തില് പൊട്ടാസ്യം ഇല്ലാതാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണ് സിയാറ്റിക്ക എന്ന് പറയുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ, അതായത് സന്ധിവാതം. അതിനാണ് സിയാറ്റിക്ക എന്ന് പറയുന്നത്. സന്ധിവാതം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പൊ പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സന്ധിവാതം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിനകത്ത് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. നമ്മുടെ എൻവയോൺമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഏതാണ്? അതായത് നമ്മുടെ ഏറ്റവും വേൾഡ് ഭൂമി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഏതാണ്? ഒന്ന് മെസ്സേജ് ചെയ്യൂ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരൂ. എർത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് ഏതാണ്? റിപ്ലൈ തരൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ. ഞാൻ ഈ പേര് വിളിക്കണോ? നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് ഏതാണ്? കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന, അറിയില്ല? ഓക്കെ, നൈട്രജൻ ആണ്. നൈട്രജൻ ആണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഓക്സിജൻ. ഈ ഓക്സിജൻ തന്നെ ഭൂമിയിൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് കാണുന്ന എലമെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഹയസ്റ്റ് ആയിട്ട് കാണുന്ന എലമെന്റ് ഭൂമിയിൽ നൈട്രജൻ ആണ്, സെക്കൻഡ് ഹയസ്റ്റ് ഓക്സിജൻ ആണ്. ഹ്യൂമൻ ബോഡിയിലെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഓക്സിജൻ ആണ്. ഇനി ഹ്യൂമൻ ബോഡിയിൽ ലീസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്ന എലമെന്റ് ഏതാന്ന് വെച്ചാൽ മഗ്നീഷ്യം ആണ്. വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം കാണുന്ന ഒരു എലമെന്റ് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം ആണ്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ കാൽഷ്യം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. എർത്തിൽ കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് നൈട്രജൻ ആണ്. എർത്തിൽ രണ്ടാമതായി കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. ലീസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് മഗ്നീഷ്യം ആണ്. ഹ്യൂമൻ ബോഡിയിൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന മെറ്റല് കാൽഷ്യം ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ നേരത്തെ വൈറ്റമിൻസ് പഠിച്ചപ്പോ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ ഫംഗ്ഷനും സോഴ്സും നമ്മൾ സെപ്പറേറ്റ് ഒരു ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ മിനറൽസും അവരുടെ ഫംഗ്ഷനും സോഴ്സുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മിനറൽ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന അയോൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അയോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡില് ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാം ഹീമോഗ്ലോബിൻ വെരി വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് അതാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ക്യാരി ചെയ്ത് എല്ലാ സെൽസിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന ഒരാളാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ കാരിയർ ആണ്. അപ്പൊ ആ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരാളാണ്, ഒരു മിനറൽ ആണ് അയോൺ എന്ന് പറയുന്നത്. ഈ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ ചീര, മുരിങ്ങയില പോലുള്ള, ചേമ്പില പോലുള്ള ലീഫി വെജിറ്റബിൾസ്, പംകിൻ, നമ്മുടെ മത്തൻ വർഗത്തിൽ വരുന്ന ആൾക്കാര്, പേൾ മില്ലറ്റ്, ജാഗറി എന്ന് പറയുന്നത് ശർക്കര, അതുപോലെ ലിവർ. ഇവിടെ ലിവർ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഈ ആടിന്റെയൊക്കെ ലിവർ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ ആടിന്റെയൊക്കെ ലിവർ, അങ്ങനത്തെ ലിവറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ അയോൺ കൂടുതലായിട്ട് റിച്ച് ആയിട്ടുള്ള സോഴ്സസ് ആണ്. ഇനി കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. കാൽഷ്യവും ഫോസ്ഫറസും എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ബോൺസ്, ടീത്ത്, എല്ലിന്റെയും പല്ലിന്റെയും കൺസ്ട്രക്ഷൻ, അതിന്റെ ഒരു പ്രൊഡക്ഷൻ സഹായിക്കുന്നത് കാൽഷ്യം ഫോസ്ഫറസും ആണ്. കൂടാതെ മസിൽസിലും നെർവ്സിലും ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും കാൽഷ്യം ഫോസ്ഫറസ് ആണ്. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കാൽഷ്യം ഫോസ്ഫറസും. കാൽഷ്യം ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ടീത്തിന്റെയും ബോൺസിന്റെയും കൺസ്ട്രക്ഷൻ, കൂടാതെ മസിൽസിന്റെയും നെർവ്സിന്റെയും ഫംഗ്ഷനിങ്. ഇനി ഏതൊക്കെ സോഴ്സിലൂടെയാണ്, ഏതൊക്കെ ഫുഡ് ഐറ്റംസിലൂടെയാണ് നമുക്ക് കാൽഷ്യവും ഫോസ്ഫറസും കിട്ടുന്നത്? ഫോസ്ഫറസിന്റെ ഒരു ഇത് പറയുമ്പോൾ എപ്പോഴും സോഴ്സ് ആയിട്ട് പറയുന്ന ഒരാൾ ബനാനയാണ്. ബനാനയിൽ നിറയെ ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഉണ്ട്. ബനാന, അതുപോലെ ടപ്പിയോക്ക, നമ്മുടെ കൊള്ളിക്കിഴങ്ങ്, മരച്ചീനി എന്ന് പറയുന്ന ടപ്പിയോക്ക, ചന്ന, അതുപോലെ ലീഫി വെജിറ്റബിൾ, ഈ പറയുന്ന നമ്മുടെ ചീര, അതുപോലെ മുരിങ്ങയില പോലുള്ള ലീഫി വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സ്, അതായത് മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി പ്രൊഡക്ട്സ്, ഇതിനകത്തൊക്കെ കാൽഷ്യവും ഫോസ്ഫറസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സോഡിയം ആണ്. സോഡിയം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എമൗണ്ട് വാട്ടറിന്റെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സോഡിയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് പ്രായമായവരില് അവർ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്ന സിറ്റുവേഷൻ ഒക്കെ വരുന്ന നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് അവരുടെ സോഡിയം ലെവൽ ലോ ആയതാണ് എന്ന്. സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വാട്ടറിന്റെ എമൗണ്ട്, റിക്കോർഡ് ആയിട്ടുള്ള എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനം നടത്തണമെങ്കിലും നമുക്ക് സോഡിയം ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. ആ വാട്ടറിന്റെ എമൗണ്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് സോഡിയം. അതുകൊണ്ട് തന്നെ സോഡിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നടത്തുന്നത്. നമ്മളെ കറിയുപ്പില്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോൾട്ട്, അതിനകത്തു നിന്നാണ് നമുക്ക് സോഡിയം കിട്ടുന്നത്. കാരണം ആ സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അയഡിൻ ആണ്. അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ചിലർക്ക് തൈറോയിഡ് വരുന്ന സമയത്ത് അയഡിൻ സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ്, നമ്മുടെ കഴുത്തിന്റെ ആ ഒരു പോർഷനിലാണ് കാണുന്നത്. അപ്പൊ ആ തൈറോയിഡ് ഗ്ലാൻഡ് വീർക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ ഗോയിറ്റർ എന്നൊക്കെ പറയും. ഈ ഗോയിറ്റർ ഒക്കെ ഉണ്ടാകുന്ന അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പൊ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് അയഡിൻ അത്യാവശ്യമാണ്. കൂടാതെ ഒരാളുടെ മെന്റൽ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിലും അയഡിന്റെ പ്രസൻസ് വളരെ അത്യാവശ്യമാണ്. അയഡിൻ എന്ന് പറയുമ്പോൾ അയഡിൻ ആഡ് ചെയ്ത, അയഡിൻ എൻറിച്ച് ചെയ്ത സോൾട്ട് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ അങ്ങനത്തെ സോൾട്ട് യൂസ് ചെയ്യാം. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് അയഡിൻ കിട്ടുന്നത്. പിന്നെ സീ ഡിഷസ്, സീ ഫുഡ്സ് ഉണ്ടല്ലോ, നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യം പോലുള്ള സാധനങ്ങളൊക്കെ ഈ പറയുന്ന അയഡിന്റെ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. കൂടാതെ നമ്മൾ ഈ സീ ഫിഷിന്റെ ഹെഡ്, അതായത് ഇപ്പൊ തലക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടുമായിരിക്കും. അത് അയഡിന്റെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മിനറൽസ് ഇത്രയാണ് വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഇനി നമ്മൾ വാട്ടർ ആണ് നോക്കുന്നത്. വാട്ടർ, ഇപ്പൊ വിറ്റമിൻസ് കഴിഞ്ഞു, മിനറൽസ് കഴിഞ്ഞു, നെക്സ്റ്റ് വാട്ടറിലോട്ടാണ് പോകുന്നത്. വാട്ടർ എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വാട്ടറിന്റെ എമൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65% ഓഫ് വാട്ടർ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഉള്ളത്. അതുപോലെ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ എത്രത്തോളം വാട്ടർ കണ്ടന്റ് ബോഡിയിൽ വേണമെന്ന് ചോദിച്ചാൽ അതിന്റെ എമൗണ്ട്, അതിന്റെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 35 to 40 liters ഓഫ് വാട്ടർ ഒരാളുടെ ഹെൽത്തി പേഴ്സന്റെ ശരീരത്തിൽ അത്യാവശ്യമാണ്. The loss of water from the body is mainly through urine and sweat. അത് നമുക്ക് അറിയാവുന്നതാണ്. സ്വെറ്റിലൂടെയും യൂറിനിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ ലോസ് ആവുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ആണ്. നമ്മുടെ ബ്രെയിനിന്റെ 85% എന്താണ്? വാട്ടർ ആണ്. നമ്മുടെ ബ്രെയിനിന്റെ 85%, നമുക്കൊരു പുതിയ അറിവാണ് അല്ലെ. നമ്മുടെ ബ്രെയിനിന്റെ 85% നമ്മുടെ ബ്ലഡിന്റെയും ബോണിന്റെയും 25% എന്താണ്? വാട്ടർ ആണ്. ഓക്കെ, കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ്. ഇനി ഒരു ഹെൽത്തി പേഴ്സൺ ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളം കുടിക്കണം. നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ഒരു ഹെൽത്തി പേഴ്സണില് ബോഡിയിൽ മൊത്തം വാട്ടറിന്റെ കണ്ടന്റ് 35 to 40 liters ആണ്. അത് മൊത്തം കണ്ടന്റ് ആണ്. അയാളുടെ ബോഡിയിലുള്ള മൊത്തം, അതായത് ബ്ലഡിനെയും അയാളുടെ ബ്രെയിനിനെയും എല്ലാം എടുക്കുമ്പോൾ മൊത്തം അയാളുടെ ബോഡിയിൽ അത്രയും വാട്ടർ വേണം. കുടിക്കുന്ന വാട്ടറിന്റെ എമൗണ്ട് അല്ല നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി ഒരു ഹെൽത്തി പേഴ്സൺ ഒരു ഡേ എത്ര വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ 2 ലിറ്ററെങ്കിലും, അബൌട്ട് ഒരു 2 liters വാട്ടറെങ്കിലും കുടിക്കണം. അപ്പോ ഇനി ആവറേജ് എമൗണ്ട് ഓഫ് യൂറിൻ എ ഹെൽത്തി പേഴ്സൺ എമിറ്റ് എ ഡേ, ഒരു ദിവസം ഒരു ഹെൽത്തി പേഴ്സൺ എത്രത്തോളം യൂറിന്റെ പുറത്തു വിടുന്നുണ്ട് വെച്ചാൽ 1.5 liters ഓഫ് യൂറിൻ ആണ് ഒരു ഹെൽത്തി പേഴ്സൺ പുറത്തു വിടേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ നോക്കൂ. 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾ ഒരു ദിവസം കുടിക്കണം, അതിൽ 1.5 ലിറ്റർ യൂറിനായിട്ട് പുറത്തു കളയണം. ഇത് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം വെള്ളം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഓക്കെ,
അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് മിനറൽ, വാട്ടർ, വൈറ്റമിൻ വരുന്നത്. ഇനി ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് ഈ കൂട്ടത്തിൽ വരുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആണ്, അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈബർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റിലൂടെ കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഫുഡ് ആണ്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ന്യൂട്രിയന്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഫൈബറിന് നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫൈബർ cannot be digested by our body. ഫൈബേഴ്സ് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് കൊണ്ടാണ്. ഈ പോളിസാക്കറൈഡ് ഡൈജസ്റ്റബിൾ അല്ല. ആക്ച്വലി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ്? ഗ്രെയിൻസ്, ലീഫി വെജിറ്റബിൾസ്, നോർമലി വെജിറ്റബിൾസ്, നമ്മുടെ ക്യാരറ്റ്, അങ്ങനത്തെ കുറച്ച് നാര് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, അതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനകത്തുള്ള സെല്ലുലോസ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുന്നത്? ഈ ഫൈബർ നമ്മുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ കോളത്തിലൂടെ പാസ് ചെയ്യും. അതായത് നമ്മുടെ ഇൻഡസ്ട്രൈനിലൂടെ, റെക്ടം, കോളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പ്രധാനമായിട്ടും നമ്മുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് പാസ് ചെയ്യുന്ന സ്ഥലമാണ് കോളനൊക്കെ. ഈ കോളത്തിലൂടെയൊക്കെ ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഫൈബർ ആവശ്യമാണ്. അവിടെയാണ് ഫൈബറിന്റെ ഇമ്പോർട്ടൻസ്. ഇവൺ ദോ അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിന്റെ ഒരു പുഷിങ്, പുറത്തോട്ടുള്ള ഒരു പുഷിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബേഴ്സ് ആണ്. സോ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്ന സമയത്ത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയാറുണ്ട് ഡോക്ടേഴ്സ് ഒക്കെ. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബർ എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ സ്ലൈഡ് എല്ലാവർക്കും കാണുന്നുണ്ടോ? വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഓക്കെ അല്ലേ? കാണുന്നില്ലേ? നിങ്ങൾ ഇന്ന് റിപ്ലൈ തരൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ടോപ്പിക് എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം എൻവയോൺമെന്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതി, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് നേച്ചറിൽ കാണുന്ന എല്ലാ അബയോട്ടിക് എലമെന്റ്സും ബയോട്ടിക് എലമെന്റ്സും കമ്പോസ് ചെയ്തതാണ് എൻവയോൺമെന്റ്. അപ്പൊ എന്താണ് ബയോട്ടിക് എലമെന്റ്, എന്താണ് അബയോട്ടിക് എലമെന്റ്? ബയോട്ടിക് എലമെന്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ ഘടകങ്ങളും ബയോട്ടിക് എലമെന്റിലാണ് വരിക. ജീവനില്ലാത്ത എല്ലാ ഘടകങ്ങളും അബയോട്ടിക് എലമെന്റിലാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള എല്ലാ എലമെന്റ്സും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എൻവയോൺമെന്റ്. ഇനി എന്താണ് ഇക്കോളജി? ഇക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് തമ്മിലും അവരുടെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇക്കോളജി. ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ്. ഓർഗാനിസംസ് തമ്മിൽ അവരുടെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഈ ഇക്കോളജി എന്ന ടേം ഒറിജിനേറ്റ് ചെയ്തത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആക്ച്വലി ഈ ഇക്കോളജി എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് എന്നാണ്. എന്താണ്? ഹാബിറ്റേറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഈ എക്കോളജി എന്ന് പറയുന്ന ടേം ഒരു മിനിറ്റ്. ഈ എക്കോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ് എക്കോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്? ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് എൻവയോൺമെന്റ്, എന്താണ് ഇക്കോളജി, ഇക്കോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തവരാണ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ബയോടെക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ്. അബയോടെക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ്. അപ്പൊ ബയോടെക് എന്ന് പറയുമ്പോൾ ഫംഗസ്, പ്ലാന്റ്സ്, ആനിമൽസ്, പ്രോട്ടിസ്റ്റ്, ആർക്കിയ ബാക്ടീരിയ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. അബയോടെക് എന്ന് പറയുമ്പോൾ സോയിൽ, ലൈറ്റ്, വാട്ടർ, എയർ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ പോലുള്ള എല്ലാ അബയോട്ടിക് ഫാക്ടേഴ്സും ഇൻവോൾവ് ആണ്. പിന്നെ എക്കോളജിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഇക്കോളജി. നമ്മൾ ഏതൊരു സ്റ്റഡി പഠിക്കുമ്പോഴും അതിൽ ഒരു ഫാദറോ ഒരു മദറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചു വെക്കും.
ഇക്കോളജി എന്ന് പറയുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഓക്കെ, ഇനി ഫാദർ ഓഫ് ദി മോഡേൺ എൻവയോൺമെന്റ്, മോഡേൺ എൻവയോൺമെന്റിന്റെ ഫാദർ ആരാണെന്ന് വെച്ചാൽ യുജീൻ പി ഓഡം ആണ്. യുജീൻ പി ഓഡം ആണ് മോഡേൺ എൻവയോൺമെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഇന്ത്യൻ എൻവയോൺമെന്റൽ സയൻസിന്റെ ഫാദർ ആണെന്ന് വെച്ചാൽ പ്രൊഫസർ റാംതിയോ മിശ്രയാണ് ഇന്ത്യൻ എൻവയോൺമെന്റൽ സയൻസിന്റെ ഫാദർ. നമ്മൾ ഈ വർഷവും ജൂൺ 5 എൻവയോൺമെന്റൽ ഡേ ഒബ്സർവ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പരിസ്ഥിതി ദിനം. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിന് പുറകില് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി യുണൈറ്റഡ് നേഷൻസിന്റെ കോൺഫറൻസിൽ, അത് ഹ്യൂമൻ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് UN കോൺഫറൻസ് നടന്നു സ്റ്റോക്ക്ഹോമിൽ വെച്ച് 1972 ജൂണില്. അവിടെ വെച്ച് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാ വർഷവും 5th ജൂൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഒബ്സർവേഷൻ വേണം എന്നത് അവിടെ ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് എല്ലാ വർഷവും 5th ജൂൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ഹിസ്റ്ററിയാണ്. ഇന്ത്യ ആണ് അതിനൊരു മുൻകൈ എടുത്തത് എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റൽ ഡേയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജസ് എപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു LDC എക്സാമിന് പോലും ചോദിച്ചിരുന്നു 2024 എവിടെയാണ് എൻവയോൺമെന്റൽ ഡേയുടെ വേൾഡ് സെലിബ്രേഷൻ നടന്നതെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ മെസ്സേജും അതെവിടെയാണ് നടന്നത് എന്നതും കൂടി ജസ്റ്റ് നോക്കി വെക്കാം. 2024 അതായത് കഴിഞ്ഞ ഈ ഒരു ജൂൺ 5 എൻവയോൺമെന്റ് ഡേയുടെ മെസ്സേജ് എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ #ജനറേഷൻ റിസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു. എല്ലാ വർഷവും ഈ ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആഘോഷം ഏതെങ്കിലും ഒരു കൺട്രിയിലായിരിക്കും നടക്കുക. ഈ 2024 സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി 2023 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു എൻവയോൺമെന്റ് ഡേ മെസ്സേജ്. അതിന്റെ ആഘോഷങ്ങൾ നടന്നത് കോട്ടേഡി ഐവറിയിലായിരുന്നു. 2022 മെസ്സേജ് ഓൺലി വൺ എർത്ത് എന്നുള്ളതായിരുന്നു. സ്വീഡനിൽ വെച്ചിട്ടാണ് ആഘോഷങ്ങൾ നടന്നത്. 2021 എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു ആ വർഷത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ആയിരുന്നു ആ ഒരു വർഷം വേൾഡ് സെലിബ്രേഷൻസ് നടന്നത്. ഇനി 2021 മുതൽ 2030 വരെ യുണൈറ്റഡ് നേഷൻസ് ഡിക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, അതായത് ആ ഒരു വർഷം കൊണ്ട് നമ്മൾ എക്കോസിസ്റ്റത്തെ റീസ്റ്റോർ ചെയ്യാം, നഷ്ടപ്പെട്ടു പോയതിലേക്ക് റീസ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി ഡിക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 2030 വരെയുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യ ഇത് എപ്പോഴെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇന്ത്യ എപ്പോഴെങ്കിലും വേൾഡ് എൻവയോൺമെന്റ് ഡേ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് 45ാമത്തെ സെലിബ്രേഷൻ, വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ 45ാമത്തെ സെലിബ്രേഷൻ 2018 നടന്നപ്പോൾ ഇന്ത്യയാണ് അത് ഹോസ്റ്റ് ചെയ്തത്. ആ സമയത്തെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ എല്ലാ ഒരു സയൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കൊരു ഫാദർ ഉണ്ടാവും. നമ്മൾ മോഡേൺ എൻവയോൺമെന്റിന്റെ ഇവിടെ ഒരു ഫാദറിനെ നമ്മൾ പഠിച്ചു. ദ ഫാദർ ഓഫ് മോഡേൺ എൻവയോൺമെന്റ് യുജീൻ പി ഓഡം ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ദ മദർ ഓഫ് മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് റേച്ചൽ കാഴ്സൺ. ഈ ഒരു പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഈ പേര് പരിചിതം അല്ലെങ്കിലും കാഴ്സന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് സൈലന്റ് സ്പ്രിംഗ്, അത് നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. റേച്ചൽ കാഴ്സൺ ആണ് മദർ ഓഫ് ദി മോഡേൺ എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. കാഴ്സന്റെ ഫേമസ് ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ്. ഈ ഒരു ബുക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി DDT എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഈ ബുക്കിന്റെ കണ്ടന്റ്. ഇപ്പൊ DDT എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫാർമേഴ്സ് യൂസ് ചെയ്തിരുന്നു ഫാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു DDTയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിനൊരു പേര് കൊടുത്തിരുന്നു ഇൻസെക്ട് ബോംബ്. അതായത് ഇൻസെക്ട് ബോംബ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനെ ഇടയിൽ കൊള്ളാൻ കഴിയുന്ന ഒരു പെസ്റ്റിസൈഡ് ആയിട്ടായിരുന്നു DDTനെ കണക്കാക്കിയിരുന്നത്. ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക് 1972 ഇറങ്ങിയ സമയത്ത് DDT യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബാൻ ചെയ്യാൻ കാരണമായി. അതായത് ഇതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെയാണ് ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് റേച്ചൽ കാഴ്സൺ എഴുതിയത്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് DDT US ബാൻ ചെയ്തു. ഓക്കെ, ഇനി ഈ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ അവാർഡ് കൊടുക്കാറുണ്ട്. അത് 2017 ഇന്ത്യൻ എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള പ്രഫുല്ല സമന്തരയ്ക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. അതുപോലെ 2018 ഇന്റർനാഷണൽ ഗ്രീൻ ആപ്പിൾ അവാർഡ്, അത് എൻവയോൺമെന്റൽ ബെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി കൊടുക്കുന്ന ഒരു അവാർഡാണ്. അതിൽ സിൽവർ മെഡൽ നേടിയത് ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇനി നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന വേറൊരാളാണ് ഗ്രീറ്റ തൻബർഗ്.
നമ്മുടെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് സ്കൂൾസ് ഓഫ് സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്നുള്ള ഒരു പേരിൽ ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു അതിന്റെ ഒരു ഫൗണ്ടർ ആണ് ഗ്രീറ്റ തുൻബർഗ്. ഈ ഒരു സ്കൂൾസ് ഓഫ് സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. ആ ഒരു പേരില് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഗ്രീറ്റ തുൻബർഗ്. ഗ്രീറ്റ തുൻബർഗ് ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. 2019 ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് അവരെ തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് പനാമയിലെ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് 2022 ജനുവരിയിൽ കണ്ടുപിടിച്ച ഒരു ഫ്രോഗിന്റെ, ഒരു തവളയുടെ പുതിയ സ്പീഷീസിന് ഇവരുടെ പേര് കൊടുക്കുകയുണ്ടായി. ആ തവളയുടെ പേര് ഇതാണ്, ക്രിസ്റ്റിമാന്റിസ് ഗ്രെറ്റ തുൻബെർഗെ എന്നാണ്. ഇവർക്ക് ഒരു ഓണർ കൊടുത്തുകൊണ്ടാണ് ആ ഒരു പേര് അന്ന് അവിടെ നൽകിയിട്ടുണ്ടായത്. അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് നമ്മുടെ ഒരു കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുകയാണ് ബയോസ്ഫിയർ എന്താണ്, ബയോം എന്താണ്, ഈ അബയോട്ടിക് ബയോട്ടിക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേതാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീജിയൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ലൈഫ് ഓൺ എർത്ത്. എർത്തില് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ecosystem of the biosphere is known as bio. ബയോസ്ഫിയറിനകത്തെ, അതായത് ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ തന്നെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, വാട്ടർ ബോഡി, ഇതൊക്കെ ബയോസ്ഫിയർ ആണ്. ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കുളം കാണാം, ഓക്കെ, ചിലപ്പോൾ ഒരു അരുവി കാണാം, കുഞ്ഞു ഹാബിറ്റേറ്റ്സ് അതിനുള്ളിൽ കാണാം. അതിനെ നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കും. കുറെ എക്കോസിസ്റ്റംസ് ചേർന്നതാണ് ഒരു ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയറിന് എക്സാമ്പിൾ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, വാട്ടർ ബോഡീസ് ഒക്കെയാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോക്കൂ. ബയോസ്ഫിയറിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്, ഹൈഡ്രോസ്ഫിയർ വരുന്നുണ്ട്, ലിത്തോസ്ഫിയർ വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയർ ആണ്, ഹൈഡ്രോസ്ഫിയറിനകത്ത് വാട്ടർ, ലിത്തോസ്ഫിയറിനകത്ത് ലാൻഡ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ബയോസ്ഫിയർ. അതായത് എവിടെയൊക്കെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ കാണുന്ന ഓരോ സിംഗിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. അതിപ്പോ ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഒരു ബയോസ്ഫിയർ ആണ്. അതിനകത്ത് ഒരു പോണ്ട് ഉണ്ട്, അതൊരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു ട്രീ, അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന പോലെ ജീവികൾ അതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, അതൊരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം. കുറെ എക്കോസിസ്റ്റംസ് ചേർന്നാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ ആണ് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇന്ത്യയിലല്ല, കേരളത്തില് നമ്മുടെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടിയ ഒരു പ്രൊട്ടക്റ്റഡ് ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. ഓക്കെ, 2010 12 മറ്റോ ആണ് ഈ ഒരു ഇത് അവർക്ക് കിട്ടുന്നത്. കേരളത്തിലുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് ആയതുകൊണ്ടാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലാൻഡിലും എയറിലും വാട്ടറിലും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇത് എല്ലാ ഫീൽഡിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബയോസ്ഫിയർ കാണുന്നത്. ബയോസ്ഫിയർ പ്ലാന്റ്സ് ഉണ്ട്, അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. ഇതെല്ലാം, അതായത് ലാൻഡിലും വാട്ടറിലും എയറിലും കാണുന്ന എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ചേർന്നാണ് ബയോസ്ഫിയർ. ഇറ്റ്സ് എ ബ്രോഡ് കൺസെപ്റ്റ്. ഓക്കെ, ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, എൻവയോൺമെന്റ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബയോസ്ഫിയർ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് എക്കോസിസ്റ്റത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോയി. ഇനി എക്കോസിസ്റ്റം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. നേരത്തെ പറഞ്ഞു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ് ചേർന്നതാണ് എൻവയോൺമെന്റ്. ആ സെയിം സംഗതി തന്നെ, പക്ഷെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് എക്കോസിസ്റ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ വരുന്നത്. An ecosystem consists of abiotic and biotic components that depend on each other in a particular region. ഒരു പർട്ടിക്കുലർ റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോസ്ഫിയറിന്റെ ഒരു ബേസിക് കമ്പോണന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറെ എക്കോസിസ്റ്റംസ് ചേർന്നാണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞു. എക്കോസിസ്റ്റംസ് ആർ ദി ബേസിക് കമ്പോണന്റ് ഓഫ് ദി ബയോസ്ഫിയർ. ഇനി എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ടാൻസ്ലി ആണ് ആ ഒരു പേര് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ്. ഓക്കെ, എക്കോസിസ്റ്റം ബയോസ്ഫിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് രണ്ടും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. പ്ലാന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇപ്പുറത്ത് ഹാബിറ്റേറ്റ്, അതായത് ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ട് എല്ലാ ഘടകങ്ങളും ഉണ്ട്. സൺലൈറ്റ് ഉണ്ട്, മറ്റേ മഴയുണ്ട്, പിന്നെ ഡിഫറെന്റ് ഓർഗാനിസംസ് അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എക്കോസിസ്റ്റത്തിനുള്ള എക്സാമ്പിൾ അത് നമുക്ക് റിവർ പറയാം, പോണ്ട് പറയാം, ഓഷ്യൻ പറയാം. ഓക്കെ,
ഇനി ഇക്കോസിസ്റ്റത്തിനകത്ത് ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ എല്ലാം ചേർത്ത് നമുക്ക് ലിവിംഗ് കമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ പറയാം. ലിവിംഗ് കമ്മ്യൂണിറ്റി. ഇനി ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും നമ്മൾ സ്പീഷീസ് എന്ന് പറയും. അതായത് ഇപ്പൊ കടുവയുടെ ഒരു സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ ലയണിന്റെ ഒരു സ്പീഷീസ് ഉണ്ട്. ഓരോരോ ഓർഗാനിസത്തിനെയും നമ്മൾ സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇതാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ലൈഫ് മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് എക്കോട്ടോൺ. ഫോർ എക്സാമ്പിൾ, ഫോറസ്റ്റും ഗ്രാസ് ലാൻഡ്സും കൂടിച്ചേരുന്ന ഒരു പാർട്ട് ഉണ്ടെങ്കിൽ ആ കൂടിച്ചേരുന്ന ഒരു പാർട്ടിൽ ഒരു എക്കോട്ടോൺ ആണ് ഫോം ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് നോക്കൂ, ഇതൊരു നല്ല തിക്കായിട്ട് വളരുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് ഒരു അറ്റം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും, അതിന്റെ എമൗണ്ട് ഒക്കെ കുറഞ്ഞു വരും, ചെറിയ സൈസുള്ള മരങ്ങളൊക്കെ ആവും. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ കാണുന്നത് ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കും. ഇനി തിരിച്ച് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും ഇവിടേക്ക് ഗ്രാസ് ലാൻഡ് ആണ്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ പതിയെ പൊന്താൻ തുടങ്ങും, പിന്നെ വലിയ ഫോറസ്റ്റിലേക്ക് പോകും. ഇൻബിറ്റ്വീൻ ഈ ഫോറസ്റ്റിന്റെയും ഗ്രാസ് ലാൻഡിന്റെയും ഇൻബിറ്റ്വീൻ കാണുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എക്കോട്ടോൺ എന്ന് പറയാം. ആക്ച്വലി എക്കോട്ടോണിന് അവരുടേതായിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫോറസ്റ്റിൽ കാണുന്ന മൃഗങ്ങളൊക്കെ ഇവിടെ കാണും, ചിലപ്പോൾ ഇതിന്റേതായ, അതായത് എക്കോട്ടോണിന്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും പ്ലാന്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഗ്രാസ് ലാൻഡിൽ കാണുന്നതും കാണാം, ഫോറസ്റ്റിൽ കാണുന്നതും കാണാം, പക്ഷെ ഇതിന്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് എക്കോട്ടോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോ നമ്മള് എസ്റ്ററീസ് എന്ന് പറയും. എസ്റ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖം എന്നാണ് അതിന്റെ മലയാളം. ഈ എസ്റ്ററീസ് എന്ന് പറയുന്നത് നമ്മുടെ പുഴകളൊക്കെ കടലിലേക്ക് വന്ന് ചേരുന്ന ഭാഗത്താണ് എസ്റ്ററീസ് ഫോം ചെയ്യുക. അപ്പൊ ആ പുഴയുടെയും കടലിന്റെയും ഇൻബിറ്റ്വീൻ വരുന്ന ഒരു എക്കോട്ടോൺ ആണ് എസ്റ്ററി എന്ന് പറയുന്നത്. എസ്റ്ററിയിൽ കാണുന്ന ഇപ്പൊ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഫിഷസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിവറിലും സീയിലും കാണാത്ത പലതരത്തിലുള്ള ഫിഷസ് ഒക്കെ എസ്റ്ററീസിനകത്ത് കാണാറുണ്ട്. അപ്പൊ അതിനൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ബയോട്ടിക് കമ്പോണൻസ് നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞു പോയത്, അതൊന്നും കൂടെ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് എടുത്ത് പഠിക്കുകയാണ്. അപ്പൊ ബയോട്ടിക് കമ്പോണൻസ് പറയുന്നത് എൻവയോൺമെന്റിൽ കാണുന്ന ലിവിംഗ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും ആണ് ഇൻവോൾവ് ചെയ്തതാണ് ബയോട്ടിക് കമ്പോണൻസ്. അതിനകത്ത് ഇപ്പോ ഈ ബയോട്ടിക് കമ്പോണൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഹീറ്റ്, ലൈറ്റ്, വാട്ടർ, സോയിൽ എന്നൊക്കെ പറയുന്നത്. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇനി അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതായത് ഈ പറയുന്ന ലൈറ്റ്, ഹീറ്റ്, വാട്ടർ ഇതൊക്കെ ചേർന്നതാണ് അബയോട്ടിക് ഫാക്ടർ. ഇവിടെ ഒരു ഹെഡിങ് മാറി കിടപ്പുണ്ട്. അബയോട്ടിക് ഫാക്ടർ അല്ല, ഇത് ബയോട്ടിക് ഫാക്ടർ ആണ്. ഹെഡിങ് മാറി കിടക്കുന്നതാണ്. ഇനി നമ്മൾ പറയാണ്, നമ്മൾ ഈ ബയോട്ടിക് കമ്മ്യൂണിറ്റിക്കകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഓരോ ഓർഗാനിസംസിനും ഓരോ തരത്തിലുള്ള സർവൈവൽ കപ്പാസിറ്റി ഉണ്ട്, അതായത് ഓരോ തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഇവരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യത്തേതാണ് യൂറി തെർമൽ എന്ന് നമ്മൾ പറയുന്നത്. യൂറി തെർമൽ. ഇപ്പൊ യൂറി തെർമൽ എന്ന് പറയുന്നത് സ്പീഷീസ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ആൻഡ് സർവൈവ് ഈവൻ ലാർജ് വേരിയേഷൻസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിൽ വരുന്ന വലിയ വേരിയേഷൻസിനെ പോലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സ്പീഷീസിനെ യൂറി തെർമൽ എന്നാണ് വിളിക്കുക. നമ്മൾ മനുഷ്യര്, കാറ്റ്, ടൈഗർ ഇത്തരത്തിലുള്ള ആനിമൽസിന് ഈ പറയുന്ന ടെമ്പറേച്ചറിന്റെ ലാർജ് വേരിയേഷനെ പോലും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് യൂറി തെർമൽ എന്ന് വിളിക്കാം. ഇനി ചില ഓർഗാനിസംസിന് ചെറിയ വേരിയേഷൻസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് വലിയ വേരിയേഷൻസ് വന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞു വേരിയേഷൻസിനെ മാത്രം, ടെമ്പറേച്ചറിലുള്ള കുഞ്ഞു വേരിയേഷൻസിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെ നമ്മൾ സ്റ്റിനോതെർമൽ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. സ്റ്റിനോതെർമൽ ഓർഗാനിസംസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ക്രൊക്കഡൈല്, പൈത്തൺ. ഇതിനൊക്കെ വളരെ കുഞ്ഞു വേരിയേഷൻസ് മാത്രമേ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി എക്സാമ്പിൾ നമ്മൾ അവിടെ പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ സലൈനിറ്റി, അതായത് നമ്മുടെ സോൾട്ട് കോൺസെൻട്രേഷൻ, അതിൽ വരുന്ന ഹൈ വേരിയേഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അതാണ് യൂറി ഹാലൈൻ. ഇനി ചിലതിന് ലോ വേരിയേഷൻസിനെ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് സ്റ്റിനോഹാലൈൻ. അപ്പോൾ യൂറി തെർമൽ, സ്റ്റിനോതെർമൽ, യൂറി ഹാലൈൻ ആൻഡ് സ്റ്റിനോഹാലൈൻ. നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. വൃത്തിക്ക് പഠിക്കണം. ഇനി ഓർഗാനിസംസിന്, നമ്മുടെ ഓർഗാനിസംസിന് അവരുടെ എൻവയോൺമെന്റിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റിൽ ജീവിക്കുന്നതിന് അവരൊരു ഇന്റേണൽ എൻവയോൺമെന്റ്, അതായത്
അവരുടെ ബോഡിക്ക് അകത്ത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇന്റേണൽ എൻവയോൺമെന്റിൽ മാറ്റമൊന്നും വരുത്താതെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, homeostasis എന്ന് പറഞ്ഞാൽ it's a process by which organisms try to maintain their internal environment even when the external environment varies. പുറത്ത് എന്ത് ചേഞ്ചസ് നടന്നാലും നമ്മുടെ എൻവയോൺമെന്റ്, ഞാൻ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ ചുറ്റും എന്ത് വേരിയേഷൻ നടന്നാലും, തണുപ്പ് വന്നാലും ചൂട് വന്നാലും എന്ത് വന്നാലും എന്റെ ബോഡിക്ക് അകത്തുള്ള എൻവയോൺമെന്റ് ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. അപ്പോ ഇതിനു വേണ്ടി ഇത്തരത്തിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിസംസിന് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഒന്ന് റെഗുലേഷൻ, രണ്ടാമത്തത് കൺഫോം, മൂന്നാമത്തത് മൈഗ്രേഷൻ, നാലാമത്തത് സസ്പെൻഷൻ. ഇതെല്ലാം ഒരു ഇന്റേണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓർഗാനിസത്തിന്റെ അഡാപ്റ്റീവ് കപ്പാസിറ്റീസ് ആണ്. അപ്പൊ ചില ഓർഗാനിസംസിന് ഇതുപോലെ ഇവരുടെ ഇന്നർ ബാലൻസ്, അതായത് ഇവരുടെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പാത്വേസും ബിഹേവിയർ ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് റെഗുലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തില് ഇന്നർ ബാലൻസ് കൊണ്ടും ഫിസിയോളജിക്കൽ പാത്വേസ് കൊണ്ടും ഈ പറയുന്ന ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ എൻഡോതേർമ്സ് എന്നാണ് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചില ബേർഡ്സ്, മാമൽസ്, അതുപോലെ ചില ലോ ലെവൽ വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ്, ഇവരൊക്കെ വിന്റർ ആകുന്ന സമ്മർ ആകുന്ന സമയത്ത് സ്വെറ്റ് ചെയ്യും, വിന്റർ ആകും നല്ല ട്രംബിൾ ചെയ്യും, നന്നായി വിറയ്ക്കുകയും ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ടെമ്പറേച്ചർ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സമ്മർ ആകുന്ന സമയത്ത് നന്നായി സ്വെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി കൂൾ ആകുള്ളൂ. വിന്റർ ആകുന്ന സമയത്ത് നമുക്ക് ഷിവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചൂട് കിട്ടും. നമ്മൾ ഷിവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ചൂട് കിട്ടും. എന്നാൽ മാത്രമേ ആ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? റെഗുലേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ചില ആനിമൽസിന്, പ്രത്യേകിച്ച് പ്ലാന്റ്സിന്, ഇത്തരത്തിൽ ഇന്റേണലി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. ഓർഗാനിസംസിനെ നമ്മൾ കൺഫോമേഴ്സ് എന്ന് പറയും. എല്ലാവർക്കും ഇതുപോലെ കഴിവുണ്ടാവണമെന്നില്ല. ചിലർക്ക് മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ചിലർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യാത്തവരെ നമ്മൾ കൺഫോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അക്വാട്ടിക് ആയിട്ട് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവരുടെ സറൗണ്ടിങ്ങിലെ വാട്ടറിൽ, നമുക്കറിയാം ഇപ്പൊ കടലിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുറത്ത് ഉപ്പുവെള്ളമാണ്, സലൈനിറ്റി ആയിട്ടുള്ള നല്ല കോൺസെൻട്രേഷനിൽ സലൈനിറ്റി ഉള്ള എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇവരുടെ എൻവയോൺമെന്റിലെ കോൺസെൻട്രേഷനിൽ, ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവരവരുടെ ബോഡിയുടെ അകത്തുള്ള ബോഡി ഫ്ലൂയിഡ്സിലെ, അവരുടെ ശരീരദ്രവ്യങ്ങൾ, ബ്ലഡ്, അങ്ങനത്തെ ലിംഫ് പോലുള്ള ശരീരദ്രവ്യങ്ങളിൽ ഈ പറയുന്ന കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുത്തും. ഓക്കെ, അപ്പൊ പുറത്ത് സറൗണ്ടിങ് വാട്ടറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇവരുടെ ബോഡിക്ക് അകത്തും ചേഞ്ച് വരുത്തും. ആൾക്കാരാണ് കൺഫോമേഴ്സ്. അടുത്ത മൈഗ്രേഷൻ. മൈഗ്രേഷൻ നമുക്കറിയാം, നമ്മളറിയാം ഈ സൈബേരിയൻ ക്രെയിൻ എന്നൊക്കെ പറയുന്ന കുറെ പക്ഷികളൊക്കെ ഉണ്ട്. ഇവർക്ക് സൈബേരിയയിൽ നിന്ന് വിന്റർ ആകുന്ന സമയത്ത് അവിടെ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. ദേശാടന പക്ഷികൾ. എന്നിട്ട് അവർ ഇവിടെ താമസിക്കും. അവിടെ വിന്റർ കഴിയുന്ന സമയത്ത് അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ടെമ്പററി മൂവ്മെന്റ് ആണ്. ടെമ്പററി മൂവ് ടു അനദർ ഫേവറബിൾ ഏരിയ ആണ് മൈഗ്രേഷൻ. അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ഓർഗാനിസംസ് വേറൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനുള്ള ഏരിയയിലേക്ക് പോവുകയാണ് മൈഗ്രേഷൻ. ഇനി അഡ്വേഴ്സ് കണ്ടീഷൻ ഒക്കെ മാറി പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, അതാണ് ടെമ്പററി മൂവ്മെന്റ് ആണെന്ന് പറയുന്നത്. ചില ബാക്ടീരിയാസ്, ചില ഫംഗസ്, ചില ടൈപ്പ് പ്ലാന്റ്സിനൊക്കെ വളരെ തിക്ക് കോട്ടഡ് ആയിട്ടുള്ള ഒരു സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സ്പോർ എന്ന് പറഞ്ഞ രേണുക്കൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻ, ഇപ്പൊ നല്ല ടെമ്പറേച്ചറോ നല്ല വാട്ടർ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്ലാന്റിന്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഫംഗസിന്റെ ആണെങ്കിലും അവരുടെ ബോഡിയിൽ ഇല്ലാതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവര് സ്പോർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കും. അതിന് പുറത്തൊരു തിക്ക് വാൾ കോട്ടിംഗ് ഒക്കെ കൊടുക്കും. അഡ്വാൻസ് ആയിട്ട് വെതർ കണ്ടീഷനിൽ ഇവരിങ്ങനെ ഡോർമന്റ് ആയിട്ട് ഇരിക്കും. ഇനി നോർമൽ കണ്ടീഷൻ തിരിച്ചു വരുമ്പോൾ ഈ സ്പോർ പൊട്ടി പുറത്ത് വന്ന് ഇത് മുളച്ച് അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു ജീവിയായിട്ട് മാറും. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാന്റ്സ്
ചില സമയത്ത് അഡ്വാൻസ് കണ്ടീഷൻസിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകാറുണ്ട്. അതും ഇത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി സസ്പെൻഷനിൽ വേറെ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വിന്റർ സ്ലീപ്പും സമ്മർ സ്ലീപ്പും. വിന്റർ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ ബിയേഴ്സ് വിന്റർ ആകുന്ന സമയത്ത്, പോളാർ റീജിയൻസിലും വിന്റർ ആകുന്ന സമയത്ത് പോളാർ ബിയേഴ്സ് സ്ലീപ്പ് ആകും, ഒരു 6 months ഉള്ള ഒരു സ്ലീപ്പിലേക്ക് പോകും. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അതാണ് വിന്റർ സ്ലീപ്പ്. ഇനി ചില സ്നെയിൽസ്, ചില ഫിഷസ് ഒക്കെ നല്ല സമ്മർ സീസണിൽ സ്ലീപ്പിലേക്ക് പോകാറുണ്ട്, ഒരു ഡോർമെന്റ് ആകാറുണ്ട്. അതാണ് സമ്മർ സ്ലീപ്പ്. അതുപോലെ സൂ പ്ലാന്റൻസിലും ഇതുപോലെ ഒരു പാസീവ് ആയിട്ടുള്ള ഫേസ് ഉണ്ട്. അതായത് ഇവര് ഡോർമെന്റ് ആയിട്ടിരിക്കുന്ന, ഒരു വേറൊരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. സൂ പ്ലാന്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അപ്പോ ഓക്കെ, അതും ഇതുപോലെ പാസീവ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് പോകാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണ് അഡാപ്റ്റേഷൻസ്. ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് കൊണ്ട് ഓർഗാനിസംസ് ഒരു ഹാബിറ്റേറ്റിൽ സർവൈവ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാണ്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെച്ച്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിസേർട്ട് പ്ലാന്റ്സ്. ഇപ്പൊ ഇതൊരു ഡിസേർട്ട് പ്ലാന്റ് ആണ്, ഒപ്പൻഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ മുള്ളു പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ തിക് ടോൺസ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ആ ഒരു ഡിസേർട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അഡാപ്റ്റേഷൻ ആണ്. എന്തിനാണ് ടോൺസ്? ആക്ച്വലി ടോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലീഫാണ് അവരുടെ. നമ്മൾ ഈ കാണുന്ന വലിയ ഈ പച്ച കളറിൽ കാണുന്ന ഈ പരന്നിരിക്കുന്ന ഭാഗമല്ലേ, അത് അവരുടെ സ്റ്റെം ആണ്. ആക്ച്വലി അത്തരം പ്ലാന്റ്സിന് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള, അതായത് ഗ്രീൻ എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇവരുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഇവര് ഈ പറയുന്ന സ്റ്റെമ്മിനകത്താണ്. ഇത് ഇവരുടെ സ്റ്റെം ആണ്. ആ മുള്ളു പോലെ കാണുന്ന ചെറിയ സ്പൈൻസ് പോലുള്ള ഭാഗമാണ് അവരുടെ ലീഫ്സ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും സ്റ്റെമ്മ ഇത്തരത്തിൽ വലുതായിട്ടും ലീഫ് ചെറുതായിട്ടും വെച്ചിരിക്കുന്നത്? ആക്ച്വലി ഇവർക്ക് വാട്ടർ അധികം കിട്ടുന്നില്ല. കിട്ടുന്ന വാട്ടർ ഇവർക്ക് സ്റ്റോർ ചെയ്യാൻ വേണം. ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ സ്റ്റെം. ഇനി കിട്ടുന്ന വാട്ടർ ഈ ലീഫൊക്കെ തുറന്ന്, വലിയ ലീഫൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൽ സ്റ്റൊമാറ്റ എന്നൊക്കെ പറയുന്ന കുറെ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ട്. ഇതുവഴി ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വെള്ളമൊക്കെ നഷ്ടപ്പെടും. അത്തരത്തിൽ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലീഫൊക്കെ ഒന്ന് ചുരുക്കി സ്റ്റെമ്മൊക്കെ ഒന്ന് പരത്തി വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി അവരുടെ സ്റ്റെം ആണ്. ഇനി ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു റൂളാണ് അലൻസ് റൂള്. അപ്പൊ നമ്മള് ഈ പോളാർ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഞാൻ പോളാർ ബിയറിന്റെ കാര്യം പറഞ്ഞു. പോളാർ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജീവികളുടെ കോൾഡർ എൻവയോൺമെന്റ്സിൽ ജീവിക്കുന്ന മാമൽസിന്റെ, മെയിനായിട്ട് മാമൽസിന്റെ ഇയർ, അവരുടെ ചെവി, അവരുടെ ലിംസ്, അവരുടെ ലെഗ് അതൊക്കെ വളരെ ചെറുതായിരിക്കും. അവരുടെ ബോഡി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ലിംസും ഇയറൊക്കെ ഭയങ്കര ചെറുതായിരിക്കും. ഇത് അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഹീറ്റ് ലോസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. ഈ ഒരു കാര്യമാണ് അലൻസ് റൂളിൽ പറയുന്നത്. ഓക്കെ, കോൾഡർ ഏരിയാസിൽ കാണുന്ന മാമൽസിലെ ഇയറും ലെഗ്സും ഒക്കെ ഷോർട്ടൺ ചെയ്യുന്നതും ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദ ഹീറ്റ് ലോസ്. ഇതിനെയാണ് അലൻസ് റൂൾ എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പൊ ചില പോളാർ റീജിയനിൽ കാണുന്ന സീൽ എന്ന് പറയുന്ന ഒരു തരം മൃഗമാണ്, ഒരു അനിമൽ ആണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കിട്ടും. ആ സീലിന്റെ ബോഡിയിൽ ഭയങ്കര സ്കിന്നിന്റെ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. സ്കിന്നിന്റെ അടിയില് ബ്ലബ്ബർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ബ്ലബ്ബർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തിക്ക് ആയിട്ടുള്ള ഫാറ്റ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഫാറ്റ് ഇവരുടെ ശരീരത്തിൽ നിന്ന് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്ന ഒരു തരം ഫാറ്റ് ആണ് ആ ശരീരത്തിൽ കാണുന്നത്. ബ്ലബ്ബർ എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ബയോളജിയിലകത്ത് വരുന്ന ഓട്ടോട്രോപ്സ്, ഫോട്ടോട്രോപ്സ്, ഹീമോട്ടോട്രോപ്സ്, പ്രൈമറി പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം വരുന്ന ഓട്ടോട്രോപ്സ് ആണ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. അതായത് എക്കോസിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആൾക്കാരാണ് ഓട്ടോട്രോപ്സ്. ഇവരെ പ്രൊഡ്യൂസേഴ്സ് ഓഫ് എക്കോസിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എക്കോസിസ്റ്റത്തിലെ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരെ ഫോട്ടോട്രോപ്സ് വിളിക്കാൻ എന്തുകൊണ്ടാണ് കാരണം? ഇവര് സോളാർ എനർജിയിൽ നിന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നുള്ളതാണ്. ലൈറ്റ്, സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഫോട്ടോട്രോപ്സ്. അതുകൊണ്ട് ഈ ഓട്ടോട്രോപ്സിനെ തന്നെ ഫോട്ടോട്രോപ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് പ്രൈമറി പ്രൊഡക്ഷൻ? ഈ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് സംബന്ധിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിച്ചിട്ട് ഏത് തരം പ്രൊഡക്ടിവിറ്റി ആണ് ചോദിക്കാറുണ്ട്. കാരണം പ്രൊഡക്ടിവിറ്റി, പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അപ്പൊ പ്രൈമറി പ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്ലാന്റ്സ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് എത്രത്തോളം ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ എത്രത്തോളം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് നടത്തുന്ന പ്ലാന്റ്സ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈമറി പ്രൊഡക്ഷൻ. ഈ ഓർഗാനിക് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഈ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ്, ദ റേറ്റ് അറ്റ് വിച്ച് ഓർഗാനിക് മാസ് പ്രൊഡ്യൂസ്ഡ് ആണ് പ്രൊഡക്ടിവിറ്റി. ആ പ്രോസസ് ആണ് പ്രൊഡക്ടിവിറ്റി. അതിന്റെ ഒരു റേറ്റ്, അത് എത്രത്തോളം റേറ്റിലാണ് നടക്കുന്നത്, എത്രത്തോളം ഇതിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി. പ്രൈമറി പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാണ്. ഇനി ആരൊക്കെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ്? ഈ പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെ രീതിയിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ കുറെ നേരമായി പറയുന്നു ഫോട്ടോസിന്തസിസ് വഴി അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവർ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, ഈ 3 ഘടകങ്ങളായിട്ടാണ് ഫുഡ് ഐറ്റംസ് അവരുടെ ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്റ്റാർച്ച് അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് പൊട്ടറ്റോയിലൊക്കെ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ എനർജി ഇവർ ആക്ച്വലി ഫ്രൂട്ട്സിലും ലീഫിലൊക്കെ സ്റ്റോർ ചെയ്യും. അവരുടെ ആ ഒരു എനർജി സ്റ്റോർ ചെയ്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഈ പറയുന്ന പൊട്ടറ്റോയിലും ടപ്പിയോക്കയിലും ഒക്കെ കാണാറുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ ഫാറ്റ് ഒക്കെ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള എന്താ പറയാ ഫുഡ് ഐറ്റം ഏതാണ്, സ്പൈസ് ഏതാണെന്നൊക്കെ പറഞ്ഞു. അതിനകത്തൊക്കെ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫാറ്റിന്റെ രൂപത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, റൈറ്റ് അറ്റ് വിച്ച് പ്രൈമറി പ്രൊഡക്ഷൻ നടക്കുന്ന റേറ്റിനെ ആണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓവറോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഓവറോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു റേറ്റ് ആണ് ഓവറോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് എത്രത്തോളം ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ മൊത്തമാണ് ഓവറോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ആ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയിൽ കുറച്ച് എനർജി ഇവരുടെ റെസ്പിറേറ്ററി പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യും. ബാക്കി എനർജി മാത്രമേ ഇവർ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ ഇവര് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി, ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന്, പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേറ്ററി പ്രോസസ്സിൽ ഇവർക്ക് നഷ്ടമാകുന്ന എനർജി കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? അതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഓവറോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേറ്ററി പ്രോസസ്സിന് ഇവർ എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നുണ്ട് അത് കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി അടുത്തതാണ് കീമോട്രോപ്സ്. കീമോട്രോപ്സ് എന്ന് പറയുന്നത് കെമിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇനോർഗാനിക് സോൾട്ടുകൾ, ഇപ്പൊ സൾഫർ പോലെയുള്ള ചില ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ആ കെമിക്കൽ എനർജിയിൽ നിന്ന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കീമോട്രോപ്സ്. എക്സാമ്പിൾ ആണ് സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഹെട്രോട്രോപ്സ് ഉണ്ട്. ഹെട്രോട്രോപ്സ് ആരാണ്? അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊന്നും സാധിക്കില്ല. അവർ ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഓട്ടോട്രോപ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ളവരാണ് ഹെട്രോട്രോപ്സ്. അപ്പൊ ഹെട്രോട്രോപ്സ് ആരാണ്? കൺസ്യൂമേഴ്സ് ആണ് ശരിക്കും. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഫുഡിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമേഴ്സ്. ഓൾ ഹെട്രോട്രോപ്സ് ആർ കൺസ്യൂമേഴ്സ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്, ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഇവരാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇവരിൽ നിന്നുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ഇലയൊക്കെ തിന്നുന്ന വഴി ഈ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് എന്ത് പോകും? എനർജി പോകും. ഓക്കെ. അപ്പൊ ഇവരാണ് ഹെർബിവോഴ്സ്. ഇവരെന്താണ്? ഹെർബിവോഴ്സ് ആണ്. ഹെർബിവോഴ്സ് എന്ന് പറയാൻ എന്താണ് കാരണം? ഇവര് ഈ പറയുന്ന പുല്ലുവർഗ്ഗങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരെ ഹെർബിവോർ എന്ന് വിളിക്കും. ഇവരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഹെർബിവോഴ്സ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ താഴെത്തട്ടിലുള്ള ഒരാളാണ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിൽ നിന്നുള്ള എനർജി അവരുണ്ടാക്കുന്നതിൽ നിന്ന് ഈ പ്രൊഡ്യൂസറിനെ തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ നോക്കുകയാണ്. നെക്സ്റ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഹെർബിവോറിനെ തിന്ന് ജീവിക്കുന്നവരാണ് ഈ സെക്കൻഡ് ലെവലിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, അല്ല തേർഡ് ലെവലിൽ വരുന്ന ആൾക്കാർ. ഇവരാണ് പ്രൈമറി കാർണിവോഴ്സ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. പ്രൈമറി കാർണിവോഴ്സ് ഹെർബിവോഴ്സിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരാണ് ഈ പ്രൈമറി കാർണിവോഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്.
പ്രൈമറി കൺസ്യൂമേഴ്സ് അറിയപ്പെടുന്നത് ഹെർബിവോഴ്സ് ആണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് അറിയപ്പെടുന്നത് പ്രൈമറി കാർണിവോഴ്സ് ആണ്. ഈ അടുത്ത ഘട്ടത്തിൽ വരുന്നവര് ഈ പറയുന്ന പ്രൈമറി കാർണിവോഴ്സിനെ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് സെക്കൻഡറി കാർണിവോഴ്സ്. സെക്കൻഡറി കാർണിവോഴ്സ് തന്നെയാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതൊരു ഇക്കോളജിക്കൽ പിരമിഡ് ആണ്. ഈ ഒരു പിരമിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, അതുപോലെ ടെർഷ്യറി കൺസ്യൂമർ. ഇപ്പൊ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസർ, ഹെർബിവോർ, പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ. ഹെർബിവോർ തന്നെയാണ് പ്രൈമറി കൺസ്യൂമർ എന്ന് ഓർത്ത് വെക്കണം. പ്രൈമറി കാർണിവോർ ആണ് സെക്കൻഡറി കൺസ്യൂമർ എന്ന് ഓർത്ത് വെക്കണം. സെക്കൻഡറി കാർണിവോർ ആണ് ടെർഷ്യറി കൺസ്യൂമർ എന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാണേ. ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ് ഇനി അങ്ങോട്ട് ഞാൻ സെന്റൻസിൽ പറയുന്നത്. ഹെർബിവോർ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. എക്സാമ്പിൾ ഗ്രാസ് കോപ്പർ. നമ്മൾ ഈ പിക്ചറിനകത്ത് ഗ്രാസ് കോപ്പറിനെ കണ്ടായിരുന്നു. ഹെർബിവോർസ് ഡയറക്ട്ലി ഓട്ടോട്രോഫിക് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. കൗ ഒക്കെ ഹെർബിവോർ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാർണിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആനിമൽസിനെ ഈറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കാർണിവോർസ്. ഫോർ എക്സാമ്പിൾ ലയൺ ഒക്കെ കാർണിവോർ ആണ്. പ്രൈമറി കാർണിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമർ ആണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പ്രൈമറി കാർണിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമർ ആണ്. പ്രൈമറി കാർണിവോർ ഹെർബേഷ്യസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് ഫീഡ് ചെയ്യുന്നത്. നോക്കൂ, പ്രൈമറി കാർണിവോർ ഹെർബേഷ്യസ് ആനിമൽസിന്. ഇപ്പൊ പാമ്പാണെങ്കിൽ എലീനെയല്ലേ തിന്നുക, അല്ലെങ്കിൽ മുയലിനെ തിന്നുക, വലിയ പാമ്പുകളൊക്കെ തിന്നുമായിരിക്കും. അപ്പോ ഈ പാമ്പ് എലീനെ തിന്നുന്നു. പാമ്പ് ഒരു പ്രൈമറി കാർണിവോർ ആണ്, എലി ഒരു ഹെർബിവോർ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി കാർണിവോർ ഫീഡ് ഓൺ ഹെർബിവോറസ് ആനിമൽസ്. ഈ സെക്കൻഡറി കാർണിവോർസ് ഫീഡ് ഓൺ പ്രൈമറി കാർണിവോർസ്. ഫോർ എക്സാമ്പിൾ സ്നേക്ക്. സെക്കൻഡറി കാർണിവോർ പ്രൈമറി കാർണിവോറിനെയാണ് തിന്നുക. പ്രൈമറി കാർണിവോറിന് എക്സാമ്പിൾ സ്നേക്ക് ആണ്. സ്നേക്കിനെ പരുന്തൊക്കെ തിന്നും. പരുന്തൊക്കെ സെക്കൻഡറി കാർണിവോർ ആണ്. അതൊരു ടെർഷ്യറി കൺസ്യൂമറും കൂടെ ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഓക്കെ നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡറി കാർണിവോർ. സെക്കൻഡറി കാർണിവോർ എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. സോറി, ടെർഷ്യറി കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കാർണിവോർസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒംനിവോർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കഴിക്കുന്ന ആൾക്കാരാണ് ഒംനിവോർസ്. മനുഷ്യനൊക്കെ ഒംനിവോർ ആണ്. നമ്മുടെ കരടി, ബിയർ ഒരു ഒംനിവോർ ആണ്. അതായത് രണ്ടിനെയും കഴിക്കുന്ന ആൾക്കാർ. ക്രോ ഇല്ല. ഹ്യൂമൻ ബീങ്സും ബിയറൊക്കെയാണ് ഓംനിവോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആനിമലിനെയും പ്ലാന്റിനെയും കഴിക്കുന്ന ആൾക്കാരാണ് ഓംനിവോഴ്സ്. ഇത്രയാണ് ഈ പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, ടെർഷ്യറി പ്രൊഡക്ടിവിറ്റി ആ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി നമ്മൾ ഡികമ്പോസിഷൻ അങ്ങനെ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ല. ക്ലിയർ ആണെങ്കിൽ അത് പറയൂ. ക്ലിയർ ആണ്. എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ആരോ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, മെസ്സേജ് ഇടും. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ DK ആണ് വരുന്നത്. DK കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം, കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഓക്കെ, DKയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ DK ഒരു എന്തെങ്കിലും സാധനമാണെങ്കിലും, ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മൃതശരീരം നമ്മുടെ മണ്ണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് മണ്ണിൽ ചെന്ന് ഈ പറയുന്ന പോലെ ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഈ DK അല്ലെങ്കിൽ ഡികമ്പോസിഷൻ എന്ന് പറയുന്നത്. ചില മണ്ണിൽ കാണുന്ന ചില ജീവികൾ, ഇപ്പൊ ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ചില ജീവികളുടെ ആണ് ഈ പറയുന്ന ഡീകമ്പോസിഷന് ഒക്കെ സഹായിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഡീകമ്പോസിഷൻ ഒക്കെ സഹായിക്കുന്ന ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ആൾക്കാരാണ്. അവരെ ഡീകമ്പോസേഴ്സ് എന്നാണ് വിളിക്കുക. ഇപ്പൊ ഫംഗസിനെയൊക്കെ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്. 4 മെയിൻ പ്രോസസ് ആണ് വരുന്നത്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഈ 4 പ്രോസസ്സിലൂടെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ DK എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ സമയമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.